ആദ്യ വസന്തമേ ഈ മൂകവീണയിൽ ഒരു ദേവഗീതമായി നിറയുമോ? ആദ്യ വർഷമേ തളിരിലത്തുമ്പിൽ ഒരു മോഹബിന്ദുവായി പൊഴിയുമോ? ആദ്യ വസന്തമേ ഈ മൂകവീണയിൽ ഒരു ദേവഗീതമായി നിറയുമോ? ആദ്യ വർഷമേ തളിരിലത്തുമ്പിൽ ഒരു മോഹബിന്ദുവായി പൊഴിയുമോ? ഇന്ന് നമ്മുടെ അതിഥി നിങ്ങളാരും പ്രതീക്ഷിക്കാത്ത ഒരു വ്യക്തിയാണ്. തുടക്കത്തിൽ അദ്ദേഹത്തിന് ഒരുപാട് ശത്രുക്കളായിരുന്നു. പക്ഷെ ഒരു ഷോയിൽ വന്നതിന് ശേഷം അദ്ദേഹത്തിന് ഒരുപാട് ആരാധകരായി, ഒരുപാട് ആർമികളായി. ആരാണെന്ന് അറിയാമല്ലോ, ഡോക്ടർ രജിത് കുമാർ. ഞാൻ അത്രയ്ക്കൊന്നും ആയില്ല കേട്ടോ. പാട്ടിൽ മാത്രമേ ഉള്ളൂ എനിക്ക് വിവരം. പഠിച്ച് കയറി വരുന്ന സമയം തൊട്ട് ഈ ശബ്ദം കേൾക്കുകയും ഈ പാട്ടിൻ്റെ ഒരു ഫാനായി ഇങ്ങനെ മാറി കിടക്കുകയും ചെയ്യുന്നത്. ഇന്നാണ് ദൈവം നേരിട്ട് ഒരു ദർശനം തരാൻ അവസരം കിട്ടിയത്. എല്ലാത്തിനും ഉണ്ടല്ലോ ദാസ ഒരു സമയം. തീർച്ചയായും. ഞാന് ഇങ്ങനെ നോക്കിയപ്പോൾ ഞാൻ അവിടെ നോക്കുമായിരുന്നു, എവിടെ രജിത് കുമാർ, എവിടെ രജിത്ത്, എവിടെ എന്നിങ്ങനെ നോക്കിയപ്പോഴത്തേക്ക് കാണുന്നില്ല. പെട്ടെന്നാണ് ഈ ടോം ആൻഡ് ജെറി എന്നുള്ള ഒരു ഷർട്ട് ഇട്ടുകൊണ്ട് വരുന്നത്. ഒരു വല്ലാത്ത മാറ്റമാണല്ലോ. നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് ഹോട്ട് സീറ്റിൽ ഇരുന്നുകൊണ്ട് സംസാരിക്കാം. തീർച്ചയായും. വെൽക്കം ടു മൈ ഹോട്ട്. താങ്ക് യു. രജിത്ത്, നമ്മളമ്മ ആദ്യമായിട്ടാണ് കാണുന്നത്. തീർച്ചയായും. ഒരുപക്ഷെ നിങ്ങൾ എന്നെ ടെലിവിഷനിൽ കണ്ടു കാണും, ഞാൻ നിങ്ങളെയും ടെലിവിഷനിൽ കണ്ടുണ്ട്. നേരിട്ട് നമ്മൾ ആദ്യമായിട്ടാണ് കാണുന്നത്. ഇന്നാണ് ലോട്ടറി അടിച്ചത്. അതെ, നേരത്തെ പറഞ്ഞ പോലെ. അപ്പൊ ഞാൻ നേരത്തെ വീണ്ടും ചോദിക്കുകയാണ്, എനിക്ക് വീണ്ടും ഒരു സംശയം വരുന്നത്, എന്താണ് ഈ ടോം ആൻഡ് ജെറിയുടെ വേഷം? ചേട്ടാ, നേരത്തെ എന്നെ ഒരു തരത്തിലാണ് കണ്ടതെങ്കിലും മറ്റൊരു ഷോയിലൂടെയാണ് യഥാർത്ഥത്തിൽ ലോക മലയാളികൾ എന്നെ തിരിച്ചറിയുന്നത്. അപ്പം അതിലെനിക്ക് വരുന്ന കോളുകളും എന്നെ ഇഷ്ടപ്പെടുന്നതിൽ വളരെയധികം LKG UKG കിൻഡർ ഗാർഡൻ KG LPS UPS കുട്ടികളാണ്. അപ്പോൾ ഞാൻ കുറേ ചാരിറ്റി ചെയ്യുന്നുണ്ട്. ചാരിറ്റിയിലും ഏറ്റവും കൂടുതലും കുട്ടികൾക്ക് വേണ്ടി, വിദ്യാർത്ഥികൾക്ക് വേണ്ടിയാണ്. കാരണം എൻ്റെ അമ്മ വളരെ കഷ്ടപ്പെട്ട്, ഞാൻ പഠിക്കുന്ന കാലത്ത് വളരെ കുറച്ച് നിക്കറുകളും കുറച്ച് ഉടുപ്പുകളും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത്രയാണ്. അപ്പോൾ അതുകൊണ്ട് 10ാം ക്ലാസ് വരെ ഞാൻ നിക്കറിട്ടാണ് സ്കൂളിൽ പോയത്. അവസാനം കൂടെ പഠിച്ച പയ്യന്മാർ തൊടയിൽ ഇങ്ങനെ അടിച്ച് കളിക്കും. വീട്ടിൽ പോയി അമ്മയുടെ പറയും, ഒരു പാൻസ് കിട്ടിയിരുന്നെങ്കിൽ അടിയിൽ നിന്ന് രക്ഷപ്പെടാമായിരുന്നു. അപ്പോൾ അങ്ങനെ എനിക്ക് കുഞ്ഞുങ്ങളോട് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അവർക്ക് വേണ്ടിയാണ് ഈ ഷോ. അപ്പോൾ അതുകൊണ്ട് ടോം ആൻഡ് ജെറി കിട്ടി, എല്ലാം ദൈവികമായി കിട്ടി എന്നുള്ളതാണ്. അതുകൊണ്ടുള്ള ഇതാണ്. അപ്പോൾ ഇത് പറഞ്ഞപ്പോൾ ഞാൻ ആലോചിക്കുന്നത്, ഞാൻ ജനിച്ചത് ഹരിപ്പാടാണ്. എൻ്റെ 2 വയസ്സിൽ അച്ഛനും അമ്മയും ചേട്ടൻ MG രാധാകൃഷ്ണനും സിസ്റ്റർ ഓമനക്കുട്ടിയും അവരെല്ലാം നേരെ ട്രിവാൻഡ്രത്തോട്ട്, ഹരിപ്പാട് നിന്ന് ട്രിവാൻഡ്രത്ത് വന്നു. അന്ന് എനിക്ക് 2 വയസ്സേ ഉള്ളൂ. എനിക്ക് എൻ്റെ ചേട്ടനും ഞാനുമായിട്ട് 20 വയസ്സിൻ്റെ വ്യത്യാസമുണ്ട്. അപ്പോൾ ഞാൻ ലാസ്റ്റിൽ വേണ്ട എന്ന് പറഞ്ഞിരുന്ന ഒരു സംരംഭത്തിൽ എങ്കിലും ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് എൻ്റെ അമ്മ പ്രസവിച്ച ഒരു വ്യക്തിയാണ് ഞാൻ. അപ്പോൾ അങ്ങനെ അമ്മയ്ക്ക് മാത്രമേ ഉള്ളൂ ജോലി. കരമന LP സ്കൂളിലെ മ്യൂസിക് ടീച്ചറായിരുന്നു. ആ ഒരു ശമ്പളത്തിൽ 50 രൂപ വാടകയ്ക്ക് ഞങ്ങൾ തൈക്കാട് അമൃത ഹോട്ടലിൻ്റെ അടുത്തുള്ള ഒരു പോറ്റിയുടെ ഒരു കുഴിയിലുള്ള ഒരു ചെറിയ വീട്ടിലാണ് ഞങ്ങൾ എല്ലാവരും താമസിച്ചത്. അമ്മയുടെ വരുമാനമായിരുന്നു ഞങ്ങളുടെ എല്ലാവരുടെയും ചെലവിനും ബാക്കിയുള്ള. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഞാൻ ഈ ഒരു 6 വയസ്സൊക്കെ ആകുമ്പോഴത്തേക്ക് ഞാൻ ഇങ്ങനെ കാത്തു നിൽക്കും അമ്മ വരാൻ. അപ്പോൾ അമ്മ സ്കൂളിൽ നിന്ന് വരുമ്പോഴത്തേക്ക് അന്ന് 10-20 പൈസയാവും തൈക്കാടൊന്ന് കരമന പോയിട്ട് പഠിപ്പിച്ചിട്ട് തിരിച്ചിവിടെ വരാൻ. ആ 20 പൈസ ലാഭിക്കാൻ അമ്മ കരമനയിൽ നിന്ന് നടന്ന് വരുന്ന വഴി ഒരു ഹോട്ടലിൽ നിന്ന് എന്തെങ്കിലും ഉണ്ണിയപ്പോ വാഴയ്ക്കാപ്പോ ഒക്കെ വാങ്ങിച്ചുകൊണ്ട് എനിക്ക് തരും. അതിനുശേഷമാണ് ചേട്ടന് ഓൾ ഇന്ത്യ റേഡിയോ ജോലി കിട്ടി, ചേച്ചിക്ക് പിന്നെ വിമൻസ് കോളേജിൽ കിട്ടി. പിന്നെ അങ്ങനെ പതുക്കെ ലൈഫ് തുടങ്ങിയത്. അപ്പം ഇപ്പം എല്ലാവരും ചോദിക്കും, ബോൺ വിത്ത് എ സിൽവർ സ്പൂൺ ആണോ എന്ന് ചോദിക്കും. അല്ല, വളരെ കഷ്ടപ്പാടിൽ നിന്ന് മുമ്പോട്ട് വന്നതാണ്. എനിക്ക് തോന്നുന്നു രജിത്ത് തീർച്ചയായും കഷ്ടപ്പാടും ദുരിതങ്ങളും മനപ്രയാസങ്ങളും ഒക്കെ അനുഭവിച്ച് കയറി വരുമ്പോഴേ അതിനൊരു സുഖമുള്ളൂ, അതിന്റെ മാധുര്യം. തീർച്ചയായും. ചേട്ടാ ഇപ്പൊ പറഞ്ഞപ്പോ ഓർത്ത്, എന്റെ അമ്മ ജോലി കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് അപ്പവും ചമ്മന്തിപ്പൊടിയും കൂടെ വാങ്ങിച്ചോണ്ട് ഈ കടയിൽ നിന്നുള്ള ഇന്നും
അതിന്റെ രുചി ഇപ്പൊ നാവില് തന്നെയാണ്. അതുകൊണ്ട് യാതൊരു സംശയം. എവിടെ വർക്ക് ചെയ്യുന്നത്? ഞാൻ കാലടി ശ്രീശങ്കര കോളേജിലെ അധ്യാപകനാണ്. ശ്രീശങ്കര. ഇപ്പൊ ഞാൻ ലീവ് എടുത്തു. LWA ഗവൺമെന്റ് LWA ശമ്പളം കിട്ടും? ഇല്ല, LWA വിത്തൗട്ട് സാലറിയാണ്. അതെ, അതാണ് 2-3 എങ്ങനെയാണ് പിന്നെ ഇതൊക്കെ എന്താണ് കുട്ടികൾക്കൊക്കെ ഇതൊക്കെ? അത് ഞാൻ നേരത്തെ ചെയ്തിരുന്നത് എനിക്ക് വന്നുകൊണ്ടിരുന്ന ശമ്പളത്തിൽ നിന്ന് ഒരു വിധമാണ്. ഞാൻ പിരിവില്ല. ഇപ്പൊ ഡോക്ടർ ജെറിജിത്ത് ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞ ആറ്റിങ്ങിൽ ഒരെണ്ണമുണ്ട്. അപ്പോൾ അതിന്റെ സർവീസിൽ ഫ്രീ മെഡിക്കൽ എൻട്രൻസ് 350-400 കുട്ടികൾ MBBS പഠിക്കുന്നുണ്ട്. MD ഉണ്ട്, DM ഉണ്ട്. ഇതിനൊക്കെ വരുമാനം എന്റെ ശമ്പളമാണ്. പിന്നെ ഞാൻ കൗൺസിലിംഗ് ഷോക്കൊക്കെ പോകുമ്പം എന്തെങ്കിലുമൊക്കെ എവിടെയെങ്കിലും കിട്ടും. എനിക്ക് എക്സ്ട്രാ കിട്ടുന്ന മണിയെല്ലാം ഇങ്ങനെ ചാരിറ്റിയിലേക്ക് ചെയ്യാം. എൻ്റെ ചെലവ് പോയിട്ട് ബാക്കിയുള്ളത് ചാരിറ്റിയിലേക്ക് പോവാം. പക്ഷെ ഒരു 15-17 വർഷം മുമ്പ് അങ്ങനെ ആയിരുന്നില്ല. ഞാൻ നല്ല പക്കാ സ്വാർത്ഥനായിരുന്നു. പക്ഷെ അത് ഇപ്പൊ ചോദിച്ചു വരുമ്പോ ആ കഥകൾ പറയാം. തീർച്ചയായിട്ടും. അപ്പം ഇനി 3 സെഗ്മെന്റാണ്. കേറിവാടാ മക്കളെ, സവാരി ഗിരിഗിരി, പിന്നീട് രാജമാണിക്യം. 10 ചോദ്യം, അത്രേ ഉള്ളൂ. അപ്പോൾ ആദ്യത്തെ സെഗ്മെന്റ് കേറിവാടാ മക്കളെയാണ്. പക്ഷെ അതിനു മുമ്പ് ഞാനൊരു രഹസ്യം പറയാം. രഹസ്യമല്ല, ഇത് പരസ്യമാണ്. ഇന്നത്തെ ചോദ്യം മുഴുവൻ CID മൂസ എന്ന ചിത്രത്തിൽ നിന്നാണ്. കണ്ടില്ലേ? CID മൂസ എന്ന ചിത്രത്തിൽ നിന്നാണ് എല്ലാ ചോദ്യങ്ങളും ഇന്നത്തെ വരുന്നത്. ആദ്യമേ സമാധാനമായി. കാരണം ഞാൻ കുറെ പ്രാവശ്യം കണ്ടിട്ടുള്ള ഫിലിമാണ്. ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സാധനമാണ്. അപ്പൊ നമുക്ക് ആദ്യത്തെ സെഗ്മെന്റ് ഇതാ നമ്മൾ ആരംഭിക്കുന്നു. കേറി വാടാ മക്കളെ. കേറിവാടാ മക്കളയിൽ ആദ്യത്തെ ചോദ്യം ഇതാ, ശ്രദ്ധിക്കും. CID മൂസ എന്ന സിനിമയുടെ സംവിധാനം നിർവഹിച്ചിരിക്കുന്നത് ആരാണ്? A. പ്രിയദർശൻ, B. ലാൽ ജോസ്, C. ജോണി ആന്റണി. 20 seconds. പ്രിയദർശൻ സാറിന്റെ സ്റ്റൈൽ വേറെയാണ്. പിന്നെയുള്ളത് ലാൽ ജോസ്. അല്ലാവൻ ടൈപ്പല്ല. അപ്പോൾ ജോണി ആന്റണി തന്നെയാണ് അടിച്ചുപൊളി എന്ന് പറയുന്നത്. ജോണി ആന്റണി. അപ്പൊ ജോണി ആന്റണിയാണ് രജിത്ത് പറയുന്നത്. ജോണി ആന്റണിയെ ഞാൻ എടുത്തിട്ട് പൂട്ടിയുടെ വെച്ചിരിക്കുന്നു. ഓക്കെ, കൂടെ ആരൊക്കെയാ വന്നിരിക്കുന്നത്? കൂടെ വന്നിരിക്കുന്നത് എനിക്ക് ഫാമിലി ഇല്ല എന്ന് ലോകത്തിന് മൊത്തം അറിയാം. എനിക്ക് അറിഞ്ഞൂടായിരുന്നു. അയ്യോ, അറിയില്ല? ഇല്ല. അയ്യോ, ആ കഥ പറയാം. ഞാൻ വിചാരിച്ചു സ്റ്റിൽ ബാച്ചിലർ ആയിരിക്കും എന്ന് വിചാരിച്ചു. എന്റെ ചേട്ടാ, കൊതിപ്പിക്കല്ലേ. അല്ല. ആരൊക്കെയാണ്? ഇത് എൻ്റെ വലിയമ്മയുടെ മോള്, സിസ്റ്ററിൻ്റെ മകളും ഭർത്താവും 2 മക്കളും. പിന്നെ എന്നെ ഇപ്പം സഹായിക്കുന്ന എൻ്റെ ഒരു ബ്രദർ തന്നെയാണ്, ജിതീഷ് എന്ന് പറയും. അപ്പോൾ അവരാണ് ഇപ്പം എനിക്ക് ഉള്ളത്. എല്ലാവർക്കും ഒരു ഹായ്. നേരത്തെ പറഞ്ഞത് എന്താണ്? കാരണം കല്യാണം ഒരു കൺഫ്യൂഷൻ വന്നല്ലോ. ഒന്നുമില്ല ഏട്ടാ. 96 ഞാൻ കോളേജിൽ കയറി, കാലടി ശങ്കര കോളേജിൽ കയറി. 2001 കല്യാണം കഴിച്ചു. 2005 2 കുഞ്ഞുങ്ങളൊക്കെ ആയി. പക്ഷെ 2 മരിച്ചു. ഡെലിവറിയിലായിരുന്നു. ഡെലിവറി പ്രോബ്ലംസ് ഉണ്ടായിരുന്നു. വൈഫും പോയി. ഇരട്ട കുട്ടികളായിരുന്നു? അല്ല, 2 പ്രാവശ്യവും പോവുമായിരുന്നു. അപ്പോൾ ഡെലിവറി കോംപ്ലിക്കേഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ടോട്ടൽ ലോസ്, ഫാമിലി ലോസ് ആണ്. അത് ഞാൻ പറഞ്ഞ 2005 ഡെലിവറി തന്നെ മരിച്ചു. രണ്ടാമത്തെ ഡെലിവറി. അപ്പോൾ 2005 ഫാമിലി ലോസ് ആയത്. ശരി, അത് പറയാൻ കാരണം 2001 കെട്ടി. ഈ 2001 തൊട്ട് മുമ്പ് വരെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ സ്വാർത്ഥനായിരുന്നു, മുൻകോപിയായിരുന്നു, ദേഷ്യക്കാരനായിരുന്നു, ക്ഷമയില്ലാത്തവനായിരുന്നു, അടിച്ചുപൊളിയായിരുന്നു. എന്താ പറയുക, ഇന്നത്തെ പിള്ളേരിൽ കുറേ പേര് ചെയ്യുന്ന പോലെ നമ്മൾ തോന്നിയ കണക്ക് എൻ്റെ ലൈഫ്, എൻ്റെ ഇഷ്ടം, എനിക്ക് തോന്നുന്ന പോലെ എന്നൊക്കെ പറഞ്ഞ് ഞാനിങ്ങനെ സഞ്ചരിച്ചിരുന്നു. അപ്പോൾ ഭഗവത്ഗീത അറിയില്ല, ബൈബിൾ അറിയില്ല, ഖുർആൻ അറിയില്ല, വേറൊരു ലോകമായിരുന്നു. പക്ഷേ അതിനുശേഷം എല്ലാം ഈ ലോസ് വന്നു കഴിഞ്ഞപ്പോൾ തീർച്ചയായിട്ടും ഇതൊരു ഷോക്കായിരുന്നു, ഒരു ഷോക്ക് ട്രീറ്റ്മെൻ്റ് ആയിരുന്നു. എല്ലാം ലോസായി കഴിഞ്ഞപ്പോൾ 2005 തൊട്ടാണ് ഒരു റീബർത്ത് എന്ന് പറയില്ലേ, റീബർത്ത്. അങ്ങനെ എല്ലാ മേഖലയിലുള്ള കാര്യങ്ങളെല്ലാം കൈവശപ്പെടുത്തി. പക്ഷെ ഇപ്പോഴും അമ്മയാണ് തീർച്ചയായും ജീവിതത്തിലെ ഏറ്റവും വലിയ ശക്തി, ദീപം. ദീപം, അതിന് സംശയമൊന്നുമില്ല. അമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അമ്മമാരെ കണ്ടാൽ, അതാണ് വൃദ്ധസാധനങ്ങളെയും കൂടെ ഞാൻ നോക്കുന്നുണ്ട് എൻ്റെതായ രീതിയിൽ. ചെറിയ കുഞ്ഞു അണ്ണാറക്കണ്ണന് തന്നാലായെന്നാണല്ലോ. ഇപ്പൊ ഇന്ന് ഈ ഷോക്ക് ഞാൻ വന്നിരിക്കുന്നത് തന്നെ 2 പേരെ സഹായിക്കാൻ വേണ്ടിയാണ്. എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ ഇത്രേ ഉള്ളൂ. കാരണം ഇത് ചോദ്യം എളുപ്പമാക്കാൻ വേണ്ടി പറയുന്നതല്ല. ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. മിക്കവാറും ലെറ്റേഴ്സ് വരും. ഈ ഇന്നലെ മെനിഞ്ഞാന്ന് എനിക്ക് പാലക്കാട് നിന്ന് വന്ന ഒരു കുട്ടി പാലക്കാട് ജില്ലയെന്നേ പറയുന്നുള്ളൂ. കുട്ടിയുടെ പേര് അദ്വൈത എന്നാണ്. പാലക്കാട് ജില്ലയിൽ ഒരു കുട്ടി. അച്ഛൻ ഇല്ല, അമ്മ ഗ്ലോക്കോമ വന്നിട്ട് കണ്ണിൻ്റെ കാഴ്ച പോയി, ബ്രെയിൻ ഒക്കെ നെർവ് പൊട്ടുന്നു, പ്രഷർ കൂടുതലാണ്.
ആ കുട്ടി 7ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ കുട്ടികളാണ് എൻ്റെ സുഹൃത്തുക്കൾ. അപ്പം ആ കുട്ടിയുടെ വയറ്റിലൊരു മുഴയുണ്ട്. അത് കാരണം 7ാം ക്ലാസ് തുടരാൻ പറ്റുന്നില്ല. അതിന് തന്നെ 10,300 രൂപയുടെ മെഡിസിൻ അതിന് വേണം. ഒരു ചേട്ടനുണ്ട്, 70 വയസ്സുള്ള അമ്മുമ്മയാണ് കൂലിപ്പണിക്ക് പോയിട്ട് ഈ കൊച്ചിനെ വളർത്തും. പിന്നെ മൊബൈൽ ഫോണും അതിനകത്തില്ല. അപ്പം ഇങ്ങനെ ഞാൻ ഈ പരിപാടി വിളിക്കുമ്പോൾ മനസ്സിൽ ഉറപ്പിച്ചത് ഈ കൊച്ചിന് വേണ്ടി എന്തായാലും പങ്കെടുക്കാം എന്നാണ്. അപ്പോൾ ജോണി ആൻ്റണിയാണ് നമ്മൾ എടുത്തിട്ട് പൂട്ടിയിരിക്കുന്നത്. ജോണി ആൻ്റണി ഉത്തരം ശരിയാണ്. കൺഗ്രാറ്റുലേഷൻസ്. 1000 രൂപ ഇതാ രജിത്തിന്റെ അക്കൗണ്ടിൽ എത്തിച്ചേർന്ന് കഴിഞ്ഞു. താങ്ക് യു ചേട്ടാ. അതാണല്ലോ അതിന്റെ ഒരു ഇത്. അതെ, തീർച്ചയായിട്ടും.